പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹാ മോദിപ്പിച്ചരുളുക കൃപ നീൻ പെസഹായാൽ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മശിഹായിൽ സ്നേഹിക്കപ്പെട്ട ഏവരുമേ, പരിശുദ്ധ സഭ രക്ഷാകരമായ കഷ്ടാനുഭവ ശുശ്രൂഷകളിലേക്കും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന പെരുന്നാളിൻ്റെ ഓർമ്മയായ പെസഹ പെരുന്നാളിലേക്കും ചേർന്ന് അടുത്തു നിൽക്കുകയാണ്. നിത്യമായിട്ടുള്ളതും വീണുപോയ സൃഷ്ടിയെ എല്ലായ്പ്പോഴും പുതുക്കുന്നതുമായ പുതിയ നിയമ പെസഹായായ വിശുദ്ധ കുർബാനയുടെ നിഴലും ദൃഷ്ടാന്തവുമായിരുന്നു മോശയിക പെസഹ. വിവിധ മൃഗങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും ധൂപമർപ്പിച്ചും പാനീയയാഗങ്ങൾ അർപ്പിച്ചുമായിരുന്നു മോശയിക പെസഹ അർപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ സ്വീകർത്താവ് ഒരുവനും മറ്റൊന്നും ബലി അർപ്പിക്കുന്നവൻ വേറൊരാളും ആയിരുന്നു. 3 ഘടകങ്ങളുമായിട്ട് മോശയിക പെസഹായെ വിഭജിച്ചിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമ പെസഹായായ വിശുദ്ധ കുർബാനയിലെ ബലിയും ബലിവസ്തുവും സ്വീകർത്താവും എല്ലാം ഒരാളാകുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ഈ പെസഹ പെരുന്നാൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ പരിശുദ്ധ സഭ ഈ ശുശ്രൂഷയുടെ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നമ്മെ വളരെ ആവേശപ്പെടുത്തുന്ന രീതിയിൽ ഉപദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രഥമമായും കാണുവാൻ കഴിയുന്നത് അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ കർത്താവിനെക്കുറിച്ചുള്ള അറിവിനെപ്പറ്റി വിവരിക്കുകയാണ്. എന്തു കാര്യവും ചെയ്യണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വവും ധർമ്മവുമാകുന്നു. കൊരിന്ത്യ ലേഖനം അതിൻ്റെ ഒന്നാമതായി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ബുദ്ധി കൊണ്ട് ദൈവത്തെ ആരാധിക്കുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തു കാര്യവും നാം ചെയ്താലും നമ്മുടെ വിവേചന ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണം എന്നാണ് അപ്പോസ്തലൻ അവിടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുകയാണ്, അവിടുന്ന് മാത്രമാണ് സത്യദൈവമെന്നും നീ അയച്ചവനാണ് യേശു മിശിഹ എന്നും അറിയുന്നുവല്ലോ എന്ന് കർത്താവ് അവിടെ പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഈ വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിനായി ഈ രഹസ്യത്തെ നാം കൊണ്ടാടുമ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിവുള്ളവരായിരിക്കണമെന്ന് സഭ ആദ്യമായി നമ്മെ ഉപദേശിക്കുകയും നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായി പറയുകയാണ്, കർത്താവിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയെപ്പറ്റി പറയുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ പ്രത്യാശ നമുക്ക് ഒരു നങ്കൂരമാകുന്നു എന്ന് പറയുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഒരു കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കഠിനമായ തിരമാലകളിൽ നിന്നും ചുഴലികളിൽ നിന്നും അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും എല്ലാം അവയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് നങ്കൂരം എന്ന് ഉള്ളത്. അതുപോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ലോകയാത്രയിൽ അവർ നേരിടുന്ന പാപച്ചുഴികളെയും പാപത്തിൻ്റെ അന്ധകാരാവസ്ഥയെയും എല്ലാ മലിനതകളെയും പീഡനങ്ങളെയും നേരിടുവാനുള്ള ഒരു വലിയ നങ്കൂരവും വലിയ ആശ്രയവുമാകുന്നു പുതിയ നിയമ പെസഹായായ വിശുദ്ധ കുർബാന എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന എന്നുള്ളത് പഴയവയെ നിവർത്തിക്കുന്നതാണ്, നിഴലായവയെ പൂർണ്ണമാക്കുന്നതാണ്. അത് പുതിയ നിയമ ഉടമ്പടിയാണ്.
അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലൂടെ നാം ഓരോരുത്തരുടെയും ജീവനെ എപ്പോഴും പുതുക്കുന്നതും ആകുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വലിയ പ്രസംഗം വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ആ പ്രസംഗം വളരെ ചരിത്രപരമാണ്. കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറയുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യം ആണ് അത്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നതാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് ഉള്ളത്. നമുക്ക് അതിന് മുൻപ്, കർത്താവ് പറയുന്നതിന് മുൻപ് അതിലൊരു ചരിത്രപരമായ അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ ഇസ്രായേലിനും മോശയിക പെസഹ ആചരിക്കുമ്പോൾ അവർ ഓർത്തിരുന്നത് തങ്ങളുടെ പൂർവികർ ഫറവോൻ്റെ പീഡനത്തിൽ അവർ നേരിട്ടിരുന്ന എല്ലാ വേദനകളെ പറ്റിയും അതോടൊപ്പം തന്നെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനെ പറ്റിയും മരുഭൂമിയിലെ കാഠിന്യമേറിയ സഹനമേറിയ യാത്രയെപ്പറ്റിയും അതോടൊപ്പം കാനാനിൽ എത്തിച്ചേർന്നതിനെ പറ്റിയുമാണ് ഓരോ ഇസ്രായേലിനും മോശയിക പെസഹായിൽ ഓർത്തിരുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇനി അവയെല്ലാം മറന്നുകളയുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറയുകയാണ്. ഓരോ പുതിയ നിയമ പെസഹായായ വിശുദ്ധ കുർബാന നാം ആചരിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ജനനം, മാമോദീസ, പരസ്യ ശുശ്രൂഷ, കഷ്ടാനുഭവം, ക്രൂശ് മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, രണ്ടാമത്തെ വരവ് തുടങ്ങിയ മനുഷ്യാവതാര സംഭവങ്ങൾ നാം ഓരോ കുർബാനയിലും ഓർക്കുകയാണ്. എല്ലാ പുരോഹിതന്മാരും വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ വാഴ്ത്തി ഖണ്ഡിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന അനംനെസിസ് പ്രയർ അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ മെമ്മോറിയൽ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ പ്രാർത്ഥനയിലും ഈ കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളെ ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥന നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നാം ഓരോ പുതിയ നിയമ പെസഹ ആചരിക്കുമ്പോഴും കർത്താവ് ജീവിച്ചിരുന്ന, കർത്താവ് ആചരിച്ച, കർത്താവ് സ്ഥാപിച്ച ആ പെസഹായിലേക്കും അവൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളിലേക്കും നമ്മെ നയിച്ചു കൊണ്ടുപോവുകയും ആ സംഭവങ്ങളെ ഇപ്പോഴും നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ വിശുദ്ധ മദ്ബഹാകളിൽ പുനഃസൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് നമ്മെ സഭ പഠിപ്പിക്കുകയാണ്. ആയതിനാൽ ഈ വിശുദ്ധ പെസഹ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ സഭ നമ്മോട് ആദ്യം ആഹ്വാനം ചെയ്തതുപോലെ അവയെക്കുറിച്ച് പൂർണ്ണമായ ഒരു അറിവും അവയെക്കുറിച്ചുള്ള പൂർണ്ണമായ പ്രത്യാശയും നമുക്ക് ഈ പെസഹ പെരുന്നാളിൽ ഉണ്ടായിരിക്കണം. ആ അറിവോടും ആ പ്രത്യാശയോടും കൂടിയായിരിക്കണം നാം വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മിൽ സഭ പരമേൽപ്പിക്കുന്നു. ആയതിന് ദൈവം നാം ഓരോരുത്തരെയും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.